അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറിയൊരു ഓർമ്മപ്പെടുത്തലാട്ടോ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അത് ഏറ്റവും ചെറുതോ വലുതോ എന്തായിക്കോട്ടെ കേട്ടോ, ചെറിയൊരു ഡിസിഷനാണ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളൊരു വസ്ത്രം ധരിക്കുന്നതാണെങ്കിൽ, ഫോണിൽ നമ്മൾ എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണെങ്കിൽ, തുടങ്ങിയ മുതൽ വലിയ വലിയ ഡിസിഷന്, നമ്മളൊരു മാരേജിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന വിഷയമാണെങ്കിൽ, നമ്മളൊരു കോളേജ് ചൂസ് ചെയ്യുന്ന വിഷയമാണെങ്കിൽ, അങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ആയാലും നമ്മൾ ലൈഫിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട പോയിൻ്റ് വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി എന്താണ് ചിന്തിക്കൽ? എല്ലാവരും സ്വയം ഒന്ന് വിലയിരുത്തി നോക്കി. ആരും ഒന്നിനും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് നമ്മളെ തന്നെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം, ഇപ്പോൾ ലോകത്ത് എന്താണ് മോസ്റ്റ് റീസെൻ്റായിട്ട് ട്രെൻഡി ആയിട്ട് നടക്കുന്ന സംഭവം എന്താണ്? അതും എനിക്ക് ചെയ്യാമെന്നുള്ള രൂപത്തിലാണോ നമ്മുടെ തോണ്ട പോകുന്നത്? അല്ലെങ്കിൽ ദീൻ എന്താണ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് കൽപ്പിച്ചിട്ടുള്ളത്? അതാണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധമാണോ നമുക്ക് വരുന്നതെന്നുള്ളത് എല്ലാവരും ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് മാറ്റം കൊണ്ടുവരാം. കാരണം ഒരിക്കലും എന്താ പറയുക, ലോകം എങ്ങനെയാണോ പോകുന്നത്, അധിക പേരും മെജോറിറ്റി ഓഫ് പീപ്പിൾസ്, നമ്മൾ ചുറ്റുമുള്ള മെജോറിറ്റി ഓഫ് പീപ്പിൾസ് എന്താണോ ചെയ്യുന്നത് അതൊരിക്കലും ശരിയാവണം എന്നില്ല. ഒരുപാട് ആൾക്കാരത് ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ശരിയാവണം എന്നില്ല. ഒരുപാട് ആൾക്കാർ ഒരു ഹറാമ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അത് ഹലാലാവില്ല. നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം എന്താണ് ഹറാം, എന്താണ് ഹലാൽ എന്നുള്ളത്. ബിക്കോസ് നമുക്ക് എന്തുണ്ട്, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ പോലും നമുക്കൊരുപാട് ഒതൻറ്റിക് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. ദീന് പഠിക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പണ്ട് സ്വഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രത്തോളം ഒരുപാട് ടെസ്റ്റ് ദീന് ഫോളോ ചെയ്യുന്നത് കൊണ്ട്, ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രം സുബ്ഹാനല്ലാഹ് ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെയാണോ? നമുക്ക് എല്ലാത്തിലും ചോയ്സ് ഉണ്ട്. നമുക്ക് ഡ്രസ്സിങ്ങിലായാലും എല്ലാത്തിലും ചോയ്സ് ഉണ്ട്. അപ്പം നമുക്ക് റബ്ബിനെ ആ ചോയ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എൻ്റെ റബ്ബിൻ്റെ പ്രീതി, എൻ്റെ റബ്ബ് എന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെ എല്ലാത്തിനും എന്താ പറയുക, നമ്മൾ എൻ്റെ റബ്ബ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ചോയ്സ് ഉണ്ട്. നമുക്ക് ഒന്നെങ്കിൽ എന്താക്കാം, ഔറത്തൊന്നും മറക്കാതെ നല്ല എന്താ പറയുക അട്രാക്റ്റീവായിട്ട് നമുക്ക് ഇറങ്ങി അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ച് നമുക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഹയ വേണമെന്നാണ് അല്ലേ. നമുക്ക് വസ്ത്രത്തിലായാലും സ്വഭാവത്തിലായാലും ഇൻ്ററാക്ഷനിലായാലും ഒക്കെ നമുക്ക് ഹയ വേണം. അപ്പോൾ നമുക്കൊന്നെങ്കിൽ എന്തെടുക്കുക, നല്ല രീതിയിൽ അബയൊക്കെ ധരിച്ചിട്ട്, നമ്മൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഫ്രണ്ട് പോർഷനൊക്കെ കവർ ചെയ്തിട്ട് മുടിയൊന്നും കാണിക്കാതെ അന്യപുരുഷന്മാരോ മുമ്പിൽ നല്ല രീതിയിൽ ഹിജാബോട് കൂടിയ വസ്ത്രം ധരിച്ചിട്ട് പോകാനും നമുക്ക് പറ്റും. ചോയ്സ് നമ്മളതാണ്. അപ്പോൾ നമ്മളാണ് ഇവിടെ തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് നോക്കണം. ലൈക്ക് ഇപ്പോൾ ആൾക്കാരെന്താണ് ട്രെൻഡി ആയിട്ട് ഫോളോ ചെയ്തിട്ട് പോകുന്നത്, അതേപോലെ ഞാനും പോകും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മീതെ പടി പിടിക്കുക എന്നുള്ള രൂപത്തിലാണോ പോകുന്നത്? ഇല്ലെങ്കിൽ നമുക്കതൊന്നുമല്ല, എൻ്റെ റബ്ബ് എന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത് അത് എനിക്ക് ഫോളോ ചെയ്താൽ മതി, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ പ്രീതി കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു തോട്ടാണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. ഇത് ഞാനിപ്പോൾ ഈ ഒരു മോഡസ്റ്റി, ഹിജാബ് ചെറിയൊരു വിഷയം എടുത്ത് പറഞ്ഞതാണ്. എന്തൊരു വിഷയമാണെങ്കിൽ ഈവൻ നമ്മൾ ഫോൺ എടുത്തിട്ട് നമ്മൾ നോക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതെൻ്റെ റബ്ബിനെ പ്രീതിപ്പെടുത്തുന്നുണ്ടോ, ഇതൊക്കെ വേണ്ടാത്ത കാര്യമാണോ, എൻ്റെ സമയത്തിനെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മളെ പല ഡീറ്റ്സും നമുക്ക് നല്ലതാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ മുമ്പോട്ട് എന്തൊരു വിഷയം വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. ഒരു കാര്യം പറയുന്നതിന് മുമ്പ്, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു വസ്ത്രം ധരിക്കുന്നതിന് മുമ്പ്, ഒരു ഗ്യാതറിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ്, ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇതെൻ്റെ റബ്ബിനെ പ്രീതിപ്പെടുത്തുന്നുണ്ടോ, എൻ്റെ ആഖിറത്തിലേക്ക് ഗുണമുള്ളതാണോ, അല്ലെങ്കിൽ എൻ്റെ ഈമാനെ ഇല്ലാതാക്കുന്നതാണോ, എൻ്റെ സമയത്തിനെ നഷ്ടപ്പെടുത്തുന്നതാണോ, എന്നെ ജന്നയിലേക്ക് നയിക്കുന്നതാണോ, ഇല്ലെങ്കിൽ എന്നെ ജഹന്നമിലേക്ക് നയിക്കുന്നതാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചതിന് ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരിയായ പാതയിലേക്ക് നയിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.